ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം തന്റെ മൗനം ആഭ്യന്തര വകുപ്പ് മന്ത്രി വെടിഞ്ഞിട്ടുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ ഈ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 40 മിനിറ്റോളമാണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഏറ്റവും തമാശയായിട്ട് എനിക്ക് തോന്നിയത് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പിന്നെ പഴയതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ അവരെന്ത് നടപടി എടുത്തു എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഊരിപ്പോയ ഒരു രീതിക്കുള്ള ഒരു വിശദീകരണമായിരുന്നില്ലേ കൊടുത്തത് മുഖ്യമന്ത്രി? ഇത് കേൾക്കുന്ന എല്ലാവർക്കും തമാശയായിട്ട് തോന്നുന്ന, കേരള ജനതയെ മൊത്തത്തിൽ ചിരിപ്പിക്കുന്ന ഒരു തഗ് ഡയലോഗാണ് മുഖ്യമന്ത്രി ഇന്നലെ LDF യോഗത്തിൽ പറഞ്ഞത്. അത് ഈ സംഭവങ്ങളൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്നതാണ്. പിണറായി വിജയൻ ഭരണത്തിലേറിയിട്ട് ഇപ്പോൾ 9.5 വർഷം കഴിഞ്ഞു. ഈ 9 വർഷത്തിനിടയ്ക്ക് താൻ ഭരിക്കുന്ന വകുപ്പിൽ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളായാലും അതുമായി ബന്ധപ്പെട്ട് എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വിവാദങ്ങൾ ഉണ്ടായാലും അദ്ദേഹം പറയുന്ന നിയമസഭയിൽ ഇപ്പോൾ ഒരു അദ്ദേഹത്തിന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായാലും അദ്ദേഹം പറയുന്നത് അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ്. ഈ 9 വർഷത്തിനിടയ്ക്ക് എത്ര സംഭവങ്ങൾ ഉണ്ടായാലും അതെല്ലാം അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട സംഭവമാണ്. അത് തന്നെയാണ് അദ്ദേഹം പുറത്തും പറയുന്നത്. ഇന്നലെ ഇപ്പോൾ LDFന്റെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. കാരണം അത് വിളിച്ചു കൂട്ടാനുള്ള സാഹചര്യം ഇന്ന് സഭ സമ്മേളനം എന്ന നിലയിൽ ആരംഭിക്കുന്നത് ഇന്ന് മുതലാണ്, നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് ഇന്ന് മുതലാണ്. അപ്പോൾ അതിൽ സ്വീകരിക്കേണ്ട നയങ്ങളൊക്കെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ തന്റെ ഈ നിലപാടുകളൊക്കെ തന്നെ പറഞ്ഞ് സഖ്യകക്ഷികളുടെ പിന്തുണ ആർജിക്കുക, അവരെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ ആ യോഗം ചേർന്നത്. അതിനകത്താണ് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയെ പ്രതികൂട്ടിൽ നിർത്തുന്ന, ആഭ്യന്തര വകുപ്പിനെ പ്രതികൂട്ടിൽ നിർത്തുന്ന വിഷയങ്ങളൊക്കെ തന്നെ വന്നത്. അതിൽ നേരത്തെ CPI ഒക്കെ തന്നെ ചില എതിർപ്പുകൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. CPIയുടെ യോഗത്തിൽ ഉൾപ്പെടെ ആ വിഷയം, ആ സമ്മേളനത്തിൽ ഉൾപ്പെടെ ആ വിമർശനം വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്നലെ 40 മിനിറ്റ് എടുത്താണ് ആഭ്യന്തര വകുപ്പിനെതിരെ കഴിഞ്ഞ കുറെ നാളായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 9 വർഷമായിട്ടുമായി ആഭ്യന്തര വകുപ്പിന്റെ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെയുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 ആഴ്ചത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തുടർച്ചയായിട്ടാണ് ഒരു 6-7 സംഭവങ്ങളെങ്കിലും പഴയ സംഭവങ്ങൾ തന്നെയാണ്. ഈ പിണറായി വിജയന്റെ കാലത്ത് തന്നെ ഉണ്ടായ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളുടെ അതിക്രൂരമായി ഞെട്ടിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വന്നത്. അതൊക്കെ അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് തോന്നിയത്. അദ്ദേഹം അത് 40 മിനിറ്റ് എടുത്ത് അദ്ദേഹം പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, പഴയ സംഭവങ്ങളെ പർവ്വതീകരിക്കുകയാണ്, സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ളതാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഈ UDF സർക്കാരിന്റെ കാലത്തുള്ള അല്ലെങ്കിൽ 57-ലെ കാലം തൊട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്. നേരത്തെയും നിയമസഭയിൽ ഇത്തരത്തിൽ ഈ പോലീസിന്റെ മർദ്ദനങ്ങളെ കുറിച്ചൊക്കെ ചർച്ചകൾ വരുമ്പോൾ അദ്ദേഹം ആ കാര്യങ്ങളെയൊക്കെ തന്നെ നോർമലൈസ് ചെയ്യാനായിട്ട് അദ്ദേഹം പറയുന്നത് തൊട്ടു മുൻപുള്ള UDF സർക്കാരിന്റെ കാലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന കാര്യങ്ങൾ, താൻ അതിന് മർദ്ദനത്തിന് ഇരയായ കാര്യങ്ങൾ, താൻ അന്ന് ചോര പുരണ്ട് ഷർട്ടുമായിട്ട് വന്ന് അവിടെ വീരപാദം സഭയിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ഈ 9.5 വർഷമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ നോർമലൈസ് ചെയ്യുന്ന ഒരു നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും കാലാകാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നലെയും ഉണ്ടായത്. ഇതെല്ലാം തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. നോക്കൂ, കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ കാലം പരിശോധിച്ചാൽ ആദ്യമായിട്ട് വരുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന്റെ ഒരു കസ്റ്റഡി മർദ്ദനമാണ്. അദ്ദേഹത്തെ അതിമൃഗീയമായിട്ട് മർദ്ദിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ പീച്ചിയിലെ ഒരു ഹോട്ടൽ ഉടമയ്ക്കുണ്ടായ ദുരനുഭവം. അദ്ദേഹം ഒരു പരാതിക്കാർ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കരണക്കുറ്റി നോക്കി അങ്ങ് വീശ അടിക്കുകയാണെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സാഹചര്യമാണ്. തുടർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ കരണക്കുറ്റി, അതുപോലെ സുജിത്തിനെ അങ്ങനെയാണ്, ഒറ്റ അടിയാണ്. കർണപടം പൊട്ടി നമുക്കറിയാമല്ലോ, ചെവുക്കുറ്റി എന്നൊക്കെ പറയുന്നത്, നമ്മൾ അടി കിട്ടിക്കഴിഞ്ഞാല് നമ്മളെ കൺട്രോൾ ഒപ്പഴേ അയാൾ സുജിത്ത് അവിടെ ഇരുന്നു. പിന്നീട് മുട്ടുകാലി കയറ്റി ഇടിക്കുക, പുറത്ത് കൈ മുട്ട് കണ്ടിരിക്കാൻ പറ്റത്തില്ല നമുക്ക്. ആ സമാനമായ രീതിയിലാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു വീഡിയോ വരുന്നു. ആ പീച്ചയിലെ ഒരു ഹോട്ടൽ ഉടമയെ വളരെ മൃഗീയമായിട്ട് മർദ്ദിക്കുകയാണ്. പിന്നീട് അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പരാതിക്കാരനെ പറഞ്ഞിട്ട് 5 ലക്ഷം രൂപ മേടിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കേട്ടത് എന്താണ്, ഈ പേരൂർക്കടയിൽ നിന്നുള്ള ഒരു ബിന്ദു എന്ന് പറയുന്ന ദളിതായ യുവതിയെ മാലമോഷണ കേസില് കള്ളക്കേസിൽ കൊടുക്കുന്നു. അവരെ ആദ്യം പിടിക്കുകയാണ് വീട്ടുകാരുടെ പരാതിയിൽ. പിന്നീട് അവരെ കുറ്റവാളിയാക്കാനായിട്ട് ആ പോലീസ് നടത്തുന്ന ഒരു തിരക്കഥ, അത് വലിയ രസകരമാണ്. ആ സംഭവങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പുറത്തു വരുന്നതിനിടയ്ക്കാണ്, അതിനിടയ്ക്ക് DYFIയുടെ ഒരു നേതാവ് 2020-ൽ അടൂരുള്ള ഒരു നേതാവ് പോലീസ് മർദ്ദനത്തിൽ മരിച്ച സംഭവം, ആ യുവാവിന്റെ അച്ഛൻ തന്നെ പുറത്തു പറയുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇത് പഴയ സംഭവങ്ങൾ ഇങ്ങനെ ഒരു പരമ്പര പോലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കും പോലീസ് ചെയ്യുന്ന എന്താണ് നമ്മൾ കണ്ടല്ലോ. കുന്നംകുളത്ത് KSUവിന്റെ പ്രവർത്തകരെ SFIയുമായിട്ടുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ കുറെ പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കൈവലം അണിയിച്ച് അതിന്റെ പോരാതെ മുഖം കറുത്ത തുണി കൊണ്ട് മൂടി ഭീകരവാദികളെ പോലെ തീവ്രവാദികളെ
നിരപരാധികളെ പോലെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി പിണറായി വിജയന് ഒറ്റപ്പെട്ട സംഭവമാണ്. അദ്ദേഹം ഇരട്ടച്ചങ്കുമൊക്കെ വിരിച്ചിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ തന്നെ ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ 2 ആഴ്ച മൗനം ആയിട്ട് 2 ആഴ്ചയായിട്ട് അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല, അതിനിടയ്ക്കൊന്നും മിണ്ടിയില്ല. ഇന്നലെയാണ് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയത്. LDF-ന്റെ യോഗത്തിൽ അദ്ദേഹം അത് പറയുന്നത് ഇതൊക്കെ തന്നെ ഒറ്റപ്പെട്ട സംഭവമാണ്. എങ്ങനെയാണ് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറുക? ഒരു 5 വർഷക്കാലത്തിനിടയ്ക്ക് 2-3 സംഭവങ്ങളൊക്കെ ഉണ്ടായാലും, അല്ലെങ്കിൽ ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് 4-5 സംഭവങ്ങൾ ഉണ്ടായാലും അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ ഒരു 4-5 ഒക്കെ ഉണ്ടായാൽ നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറയാം. ഇത് എത്ര സംഭവങ്ങളാണ് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷമാണ് പോലീസ് ഇത്രയധികം കുത്തഴിഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു സാഹചര്യം, പോലീസിന്റെ മേൽ ആർക്കും നിയന്ത്രണമില്ലാത്ത ഒരു സാഹചര്യമാണ്. ആര് പറഞ്ഞാലും പോലീസുകാരെ എതിരാളികളെ എടുത്തിട്ട് ഇടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ആ നിലപാട് അത് കേരള പൊതുസമൂഹത്തെ എന്താ പറയുക, അവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അവർക്കിത് കേട്ടാല് ചിരിയായിട്ടാണ് തോന്നുക. എന്തായാലും ഇന്നിപ്പോൾ ഈ വിഷയത്തില് സഭയിലെ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. റോജി എം ജോൺ MLA ആണ് നോട്ടീസ് അനുമതി നൽകി, ചർച്ചയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. 2 മണിക്കൂർ ചർച്ചയിലേക്ക് സഭ പോവുകയാണ്. ആ ചർച്ചയിലും സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ കാലം മുതലുള്ള സംഭവങ്ങൾ അദ്ദേഹം ചർച്ചയാക്കും. പിന്നീട് ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്യും. ഇതൊന്നും ഒരു സംഭവമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാവും ഉണ്ടാവുക. അതിനാണ് അദ്ദേഹം ആ ചർച്ച എടുത്തത്. അവസാനം അദ്ദേഹം മറുപടി പറയാൻ അദ്ദേഹത്തിന് നല്ലൊരു സമയം കിട്ടും. ആ സമയത്തുണ്ടെങ്കിൽ തന്റെ പഴയ കാലങ്ങൾ ഒക്കെ തന്നെ ഇങ്ങനെ വീരവാദങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടുള്ള ചില പഴങ്കഥകള് കടങ്കഥകളും ഒക്കെ പറഞ്ഞ് പഞ്ച് ഡയലോഗ്, തഗ് ഡയലോഗ്, അതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് പ്രസവം കഴിയുമ്പോൾ തൊട്ട് കാണാൻ പറ്റും. ആ CPM-ന്റെ ഒക്കെ അണികളും ഒക്കെ തന്നെ ഇരട്ടച്ചങ്കണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റീലുകളും തഗ്ഗുകളും ഒക്കെ ഇങ്ങനെ നിറയാൻ വേണ്ടിയിട്ടുള്ള തന്റെ അണികൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ഡയലോഗുകൾ പറഞ്ഞ് അദ്ദേഹം പോകും. അല്ലാതെ പറയുന്ന പോലെ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന പോലീസുകാർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുകയോ ഈ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെയൊക്കെ തന്നെ പോലീസിന്റെ മർദ്ദന മുറകൾ ഏതെങ്കിലും അദ്ദേഹം തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം പറയുകയോ ചെയ്യുമെന്ന് കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത് കേരള സമൂഹം ഒരു സ്വയം വിഡ്ഢികളാകുന്നതിന് തുല്യമായിരിക്കും. മറിച്ച് അദ്ദേഹം ഇതിനെയൊക്കെ ന്യായീകരിക്കാനും പഴയ സംഭവങ്ങൾ വെച്ച് അതിനെ സമീകരിക്കാനുമാണ് സാധ്യത.